വജ്രം അധ്യായം 21. ജയപ്രകാശ് ഫിലിപ്പ് ചുമ്മാറിന്റെ കോളറിൽ പിടിച്ചു ഉയർത്തി. ചുമ്മാർ ദീർഘങ്ങളായ കൈകൾ കൊണ്ട് ജയപ്രകാശിന്റെ പിടി വിടുവിക്കുവാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. ചുമ്മാറിന്റെ മുഖം ചതഞ്ഞ് ചുവന്നു തൊടുത്തു. തൊട്ടാൽ അത് പൊട്ടിച്ചോരയൊഴുകുമെന്നും തോന്നി. ഞാൻ ജനിച്ചത് മുഖ്യമന്ത്രിയോ പാർലമെന്റ് മെമ്പറോ ആയിട്ടല്ല ചുമ്മാറെ, വെറും തെണ്ടിയായിട്ടാ. ചുമ്മാറിന്റെ കോളറിൽ പിടിച്ച് ശക്തിയായി വലിച്ചുകൊണ്ട് ജയപ്രകാശ് അലറി. പൊളിറ്റിക്സിൽ വരുന്നതിന് മുമ്പ് ഞാൻ അസൽ ചന്തയായിരുന്നു. പാർട്ടിയുടെ കൂലിത്തല്ലുകാരനായ ഞാൻ വന്നത്, അല്ലാതെ ദേശസ്നേഹം കൊണ്ടൊന്നുമല്ല. അറിയാമോ തനിക്ക്? ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട്. അത് കഴിഞ്ഞാൽ ജയപ്രകാശ് ചന്തയാകും. എന്റെ കൈയുടെ കരുത്ത് അറിഞ്ഞിട്ടുണ്ടോ താൻ? കോപം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു ജയപ്രകാശ്. എന്നെ ഉപയോഗിച്ച് പല ശത്രുക്കളുടെയും പ്രതിയോഗികളുടെയും കാല് തകർക്കുകയും കൈ വെട്ടിമുറിക്കുകയും കുടുംബത്തെ അപമാനപ്പെടുത്തുകയും ചെയ്ത് വിജയം കൊയ്ത പല മാന്യന്മാരും ഇന്ന് തലനരച്ച നേതാക്കന്മാരും വിശുദ്ധന്മാരുമായി മുഖ്യമന്ത്രി പദവും കേന്ദ്രമന്ത്രി പദവും സ്വപ്നം കണ്ടുകൊണ്ടിരിപ്പുണ്ട്. അവരൊക്കെ ചെയ്തത് ഞാനെന്ന് വിളിച്ചു പറഞ്ഞാൽ ജനങ്ങൾക്കിടയിലുള്ള ഇമേജ് ഒരു നിമിഷം കൊണ്ട് തകർന്നു വീഴും. അതുകൊണ്ട് എന്നെ അവരാരും തള്ളി പറയില്ല. പക്ഷെ നിങ്ങൾ എനിക്കെതിരെ തിരിയരുത്. ചുമ്മാറെ ഗുണ്ടയായിരുന്നപ്പോൾ എനിക്ക് ഇമേജ് ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴെനിക്കത് വേണം. ഇപ്പോഴും എനിക്ക് അണികളുണ്ട്. അധികാരത്തിന്റെ സുഖം ഞാൻ അനുഭവിച്ചു പോയി. ഇനി അത് വിട്ട് പഴയ ജീവിതത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇനി എന്നെപ്പറ്റി ഒരപവാദ കഥയും വരാൻ പാടില്ല. എന്റെ ഇമേജിന് കളങ്കം വരുന്നതൊന്നും പുറത്തു വരാൻ ഞാൻ അനുവദിക്കുകയില്ല. ചുമ്മാർ ജയപ്രകാശിന്റെ കൈ തട്ടിക്കളഞ്ഞു. തന്റെ അനുവാദം ആർക്ക് വേണം? എന്റെ പത്രത്തിൽ എനിക്ക് സത്യമെന്ന് തോന്നുന്നത് ഞാൻ അച്ചടിക്കും. താനൊരു തിരിവ് ഗുണ്ടയേക്കാൾ വൃത്തികെട്ട ക്രിമിനലാണെന്ന് ജനങ്ങളെ ഞാൻ അറിയിക്കും. പണ്ട് കൊള്ളക്കാരായിരുന്നവർ കേന്ദ്രത്തിൽ ഭരിക്കുന്നുണ്ട് ചുമ്മാറെ. അവരുടെ മുന്നിൽ ഒരു ഗുണ്ട ഒന്നുമല്ല. പിന്നെ അധികാരത്തിലിരിക്കുമ്പോൾ കുറെ ഗുണ്ടായിസമൊക്കെ ഇല്ലെങ്കിൽ തന്നെ പോലുള്ളവർ ഒന്ന് ചീറ്റുമ്പോൾ ഭയന്നു പോവില്ലേ? ജയപ്രകാശ് വസ്ത്രത്തിനുള്ളിൽ നിന്ന് കൈത്തോക്കെടുത്ത് ചുമ്മാറിന്റെ നേരെ ചൂണ്ടി. വെളിയിൽ പോടാ, നീ ആരോടാ കളിക്കുന്നതെന്നറിയാമോ? ചുമ്മാർ ശബ്ദമുയർത്തി. എന്റെ ശത്രുക്കളെ മുഴുവൻ എനിക്കെതിരായി തിരിച്ചിരിക്കുകയല്ലേ നീ? നിന്നെ ഞാൻ കൊല്ലാൻ പോകുന്നു. എനിക്ക് വേണ്ടി ഈ കൊലപാതകം ഏറ്റെടുക്കാൻ 10 പേരെ ഞാൻ ഗേറ്റിന് വെളിയിൽ നിർത്തിയിട്ടുണ്ട്. നീ ചത്തുപോകും. എനിക്കൊരു രോമം പോലും നഷ്ടപ്പെടുകയില്ല. തോക്കു ചൂണ്ടി ജയപ്രകാശ് പറഞ്ഞു. ചുമ്മാർ വിയർത്തുപോയി. ജയപ്രകാശ് പുഞ്ചിരിച്ചു. നിന്നോട് ഞാൻ ക്ഷമിക്കണമെങ്കിൽ ഇന്നു മുതൽ നിന്റെ പത്രം എനിക്കെതിരായി ഒന്നും എഴുതരുത്. നീ ഇപ്പോൾ ലോകം മുഴുവൻ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ കാസറ്റ് എനിക്ക് തിരിച്ചു തരണം. നാളത്തെ പത്രത്തിൽ ആ ഡയലോഗുകൾ ഒരു മിമിക്രി ആർട്ടിസ്റ്റിനെ കൊണ്ട് ചെയ്യിച്ചതാണെന്ന് റിപ്പോർട്ട് ചെയ്യണം. നോ, ഞാൻ എഴുതിയത് തന്നെ. ഇനിയൊന്നും മാറ്റുന്ന പ്രശ്നമില്ല. അത് പണ്ട് പീലാത്തോസ് പറഞ്ഞത്. ഞാൻ പറയുന്നതനുസരിച്ചില്ലെങ്കിൽ നീ ഇവിടെ മരിച്ചു വീഴും. നാളത്തെ നിന്റെ മരണവാർത്തയായിരിക്കും. എന്നാൽ നീ അങ്ങ് കൊല്ലടാ പുല്ലേ. എന്നാലും ചുമ്മാർ തോൽക്കില്ല. ഞാൻ മരിച്ചാൽ സത്യസന്ധരായ 4 പത്രക്കാർ വീണ്ടും ഉണ്ടാകും. നിന്റെ നാറിയ പൊളിറ്റിക്സ് പോലെയാണ് ജേർണലിസം എന്നാണോ കരുതിയത്? ചുമ്മാർ അലറി. നിനക്ക് ജീവനേക്കാൾ വലുതാണോ ചുമ്മാറെ പത്രം? അതെ, എന്റെ ജീവൻ പോലെ തന്നെയാണ് പത്രവും. ജീവൻ കൊടുത്തും എന്റെ പത്രത്തിന്റെ വിശ്വാസ്യത ഞാൻ നിലനിർത്തുമടാ. ചുമ്മാർ വിറയ്ക്കുകയായിരുന്നു. ബാസ്റ്റഡ്. ജയപ്രകാശ് തോക്കിൻകുഴൽ ചുമ്മാറിന്റെ നെറ്റിയിലേക്ക് ചൂണ്ടി. കോപം കൊണ്ട് അയാളുടെ മുഖത്തെ മാംസപേശികൾ വലിഞ്ഞു മുറുകി. അപ്പോൾ മരിക്കാൻ തന്നെയാണ് നിന്റെ ഭാവം അല്ലേ? ജയപ്രകാശ് മുരണ്ടു. പിന്നിലെ വാതിലിൽ ഒരു ടേപ്പ് റെക്കോർഡർ പിടിച്ച കൈ അകത്തേക്ക് നീണ്ടു നിന്നിരുന്നു. വാതിൽ തുറക്കപ്പെട്ടു. ജയപ്രകാശ് തിരിഞ്ഞു നോക്കിയപ്പോൾ ഗീത അകത്തേക്ക് വന്നു. ഗീതയെ കണ്ടതോടെ ജയപ്രകാശിന്റെ കോപം ശതഗുണീഭവിച്ചു. വാട്ട് എ ഹൊറിബിൾ സിറ്റുവേഷൻ, ഗീത പറഞ്ഞു. മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പാർലമെന്റ് മെമ്പറുമായ ജനനേതാവിന് നിലനിൽപ്പിന് വേണ്ടി ഒരു പത്രാധിപരെ കൊല്ലേണ്ട ഗതികേട് വന്നിരിക്കുന്നു. എടി, നിന്നെ അന്ന് വെറുതെ വിട്ടതാണ് ഞാൻ ചെയ്ത തെറ്റ്. ജയപ്രകാശ് മുരണ്ടു. എനിക്ക് പറ്റിയ പിഴവ്. എല്ലാ കുറ്റവാളികൾക്കും തെളിവ് നശിപ്പിക്കുന്നതിനിടയിൽ അറിയാതെ ചില പിഴവുകൾ പറ്റുമെന്ന് പോലീസുകാർക്കറിയാം. ഗീത പതറാതെ പറഞ്ഞു. എന്തായാലും താങ്കളുടെ ഗുഡ്. ഗീത കയ്യിലിരുന്ന ചെറിയ ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്തു. ഞാൻ ജനിച്ചത് മുഖ്യമന്ത്രിയോ പാർലമെന്റ് മെമ്പറോ ആയിട്ടല്ല ചുമ്മാറെ, വെറും തെണ്ടിയായിട്ടാ. പൊളിറ്റിക്സിൽ വരുന്നതിന് മുമ്പ് ഞാൻ അസൽ ചന്തയായിരുന്നു. പാർട്ടിയുടെ പുലിത്തല്ലുകാരനായിട്ടാ ഞാൻ വന്നത്, അല്ലാതെ ദേശസ്നേഹം കൊണ്ടൊന്നുമല്ല. തന്റെ ശബ്ദം ടേപ്പ് റെക്കോർഡറിൽ നിന്ന് കേട്ടപ്പോൾ ജയപ്രകാശ് തോക്ക് ഗീതയുടെ നേരെ തിരിച്ചു. ചെകുത്താന്റെ മോളെ, നീ ഇവിടെ പതുങ്ങി നിൽക്കുകയായിരുന്നു.
ഞാനൊരു ജേർണലിസ്റ്റാണ് സാർ. നിങ്ങൾ കരുതാത്തിടത്ത് ഞങ്ങളുണ്ടാകും. നിങ്ങൾ ഉറങ്ങുമ്പോഴും ഞങ്ങൾ ഉണർന്നിരിക്കും. ഇനി സഞ്ജയന്റെ ശബ്ദത്തോടൊപ്പം താങ്കളുടെ ശബ്ദവും ജനങ്ങൾ കേൾക്കും. അതിന് നീ ഈ മുറിവിട്ട് പുറത്തു പോയിട്ട് വേണ്ടേ? അരുത് ജയപ്രകാശ്, അവളൊരു കുട്ടിയാണ്. അവളെ ഒന്നും ചെയ്യരുത്. ചുമ്മാർ ജയപ്രകാശിനെ തടയാൻ ശ്രമിച്ചു. വേണ്ട സാർ, അദ്ദേഹം കൊല്ലട്ടെ. ഗേറ്റിനുള്ളിൽ കൊലക്കുറ്റം ഏറ്റെടുക്കാൻ 10 പേർ നിൽക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്? പക്ഷേ ഒന്ന് അദ്ദേഹം അറിഞ്ഞില്ല. ഗീത അക്ഷോഭയായി പറഞ്ഞപ്പോൾ ജയപ്രകാശിന്റെ പുരികങ്ങൾ മുകളിലേക്ക് ഉയർന്നു. ഗീത തുടർന്നു. ഈ ക്യാബിന് വെളിയിൽ ഹിന്ദുസ്ഥാൻ ടുഡേയിലെ 100കണക്കായ തൊഴിലാളികൾ നിൽപ്പുണ്ട്. നമ്മളെ കൊന്നിട്ട് അദ്ദേഹം വെളിയിലേക്ക് ഇറങ്ങുന്നത് അവരുടെ കയ്യിലേക്കാണ്. അവരദ്ദേഹത്തെ ജീവനോടെ വലിച്ചു കീറും. നമ്മളെക്കാൾ കഷ്ടമായിരിക്കും ഇദ്ദേഹത്തിന്റെ അന്ത്യം. ലോകത്തിൽ ഒരു നേതാവിനും കിട്ടാത്ത ശിക്ഷയായിരിക്കും അത്. ഇത്തവണ ഭയപ്പെട്ടത് ജയപ്രകാശാണ്. താനിവിടെ നിസ്സഹായനാണെന്ന് അയാൾക്ക് മനസ്സിലായി. തോക്കു ചൂണ്ടിയ കൈക്ക് ദ്വാരമുണ്ടായതുപോലെ ജയപ്രകാശ് താഴ്ത്തി. ഒരു പത്രം ഓഫീസിൽ കയറി അതിക്രമം കാണിക്കാൻ താങ്കൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇതിന് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്താണെന്ന് അറിയാമോ? ഗീത ചോദിച്ചപ്പോൾ ജയപ്രകാശ് വല്ലാതായി. ഇനി ആ തോക്ക് കീശയിലിടൂ ജയപ്രകാശ്, ചുമ്മാർ നിർദ്ദേശിച്ചു. അനുസരിക്കാതിരിക്കാൻ ജയപ്രകാശിന് നിവൃത്തിയില്ലായിരുന്നു. താങ്കൾ സാറിനെയും കൂട്ടി വെളിയിലേക്ക് ചെല്ലുക. നിങ്ങളൊരു സൗഹൃദ സംഭാഷണത്തിലായിരുന്നെന്ന് അവർക്ക് തോന്നണം, ഗീത നിർദ്ദേശിച്ചു. ജയപ്രകാശ് കത്തുന്ന കണ്ണുകളോടെ അവളെ നോക്കി. ഇത് പരാജയമല്ല സാർ, ജീവൻ രക്ഷിക്കലാണ്. എനിക്കിതേ ചെയ്യാൻ പറ്റൂ. ഞാനെന്ന് നിലവിളിച്ചാൽ അവർ അകത്തേക്ക് ഇരച്ചു കയറി വരും. ഞങ്ങളുടെ തൊഴിലാളികൾ സാറിനോട് സൗഹൃദത്തോടെ പെരുമാറുകയില്ലെന്നറിയാമല്ലോ. സാരമില്ല സാർ, പരാജയത്തിലൂടെയല്ല ഒരു പൊളിറ്റീഷ്യൻ വിജയത്തിലേക്ക് കയറുന്നത്, ഗീത പറഞ്ഞു. ജയപ്രകാശിന്റെ ചുണ്ടുകൾ കൂടി. മറ്റൊരു സാഹചര്യത്തിലായിരുന്നെങ്കിൽ അയാൾ തന്നെ കഴുത്ത് ഞെരിച്ചു കൊന്നേനെ എന്ന് അവൾക്ക് തോന്നി. ഓക്കെ, ജയപ്രകാശ് ചിരിച്ചു. യു ആർ ബ്രില്യന്റ്. നിന്നെപ്പോലൊരു മകൾ എനിക്കുണ്ടായില്ലല്ലോ. ഇനിയും സമയമുണ്ട് സാർ, അങ്ങൊരു വൃദ്ധനായിട്ടൊന്നുമില്ല, ഗീത പുഞ്ചിരിച്ചു. വരൂ മിസ്റ്റർ ചുമ്മാർ. ജയപ്രകാശ് ചുമ്മാറിന്റെ ചുമലിൽ പിടിച്ചു. നിങ്ങളുടെ മുഖത്ത് നീര് വെച്ചല്ലോ ചുമ്മാറെ, സോറി. ജയപ്രകാശ് വാതിൽ തുറന്ന് ക്യാബിന് വെളിയിലിറങ്ങി. അപ്പോഴാണ് അയാൾ യാഥാർത്ഥ്യമായും നടങ്ങിയത്. അവിടെ 100കണക്കിന് തൊഴിലാളികൾ പോയിട്ട് ഒരു സബ് എഡിറ്റർ പോലും ഇല്ലായിരുന്നു. ചുമ്മാറിനും ആശ്ചര്യം തോന്നി. എന്താണ് മിസ്റ്റർ ജയപ്രകാശ് നോക്കുന്നത്? ആയുധങ്ങളുമായി നിൽക്കുന്ന തൊഴിലാളികളെയോ? അശോകൻ അവിടേക്ക് വന്നു. പൊയ്ക്കാൽ നിലത്ത് അമർന്ന ശബ്ദമുണ്ടായി. തൊഴിലാളികൾ അവരുടെ ജോലി ചെയ്യുകയാണ്. ഇവിടെ നടന്നതൊന്നും അവരറിഞ്ഞിട്ടേയില്ല, അശോകൻ പറഞ്ഞു. ജയപ്രകാശിന് മിണ്ടാൻ കഴിഞ്ഞില്ല. നിങ്ങൾ ശക്തി ഉപയോഗിക്കുന്നു, ഞങ്ങൾ ബുദ്ധി ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിന്റെ പിന്നിലെ ബുദ്ധി അശോകന്റെ ആണല്ലേ? ജയപ്രകാശ് ചോദിച്ചു. നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയും കഴിവുകളും ജനനന്മയ്ക്കായി ഉപയോഗിക്കൂ സാർ. അപ്പോൾ നമ്മൾ സുഹൃത്തുക്കളായിരിക്കും, അശോകൻ പറഞ്ഞു. നിങ്ങൾ ഞങ്ങളുടെ ഓഫീസ് സന്ദർശിച്ചതിന് നന്ദിയുണ്ട്, ചുമ്മാർ പറഞ്ഞു. എന്റെ തകർന്ന ഉപകരണങ്ങളുടെ ബിൽ ഞാൻ താങ്കളുടെ ഓഫീസിലേക്ക് കൊടുത്തയച്ചേക്കാം. നാസറെ, ഗീത വിളിച്ചു. പെട്ടെന്ന് നാസർ വന്ന് അവരുടെ ഒരു ഫോട്ടോ എടുത്തു. ജയപ്രകാശ് തിരിഞ്ഞ് ഗീതയെ നോക്കി. ഒരു പുഞ്ചിരി അയാളിലുമുണ്ടായി. പിന്നെ ജയപ്രകാശ് വെളിയിലേക്ക് നടന്നു. ഗീതേ, നിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ജീവിച്ചിരിക്കുന്നുവെന്ന് ഇപ്പോഴാണ് എനിക്ക് വിശ്വാസമായത്. ചുമ്മാർ വാത്സല്യത്തോടെ ഗീതയെ നോക്കി. സാർ, പോലീസിൽ ഒരു പരാതി കൊടുക്കണം. കെന്നഡിയുടെ ഓഫീസിൽ അങ്ങനെയൊന്നും ഉണ്ടാവുന്നത് നല്ലതാണ്, ഗീത പറഞ്ഞു. വേണ്ട കുട്ടി, ഇനി ഒരു പോലീസ് അന്വേഷണം കൂടി നടത്തി അയാളെ ബുദ്ധിമുട്ടിക്കേണ്ട, ഫിലിപ്പ് ചുമ്മാർ പറഞ്ഞു. ചിരിച്ചുകൊണ്ടുപോയ ജയപ്രകാശ് വെറുതെ ഇരിക്കുമെന്ന് ചുമ്മാർ കരുതുന്നുണ്ടോ? അശോകൻ ചീഫ് എഡിറ്ററെ നോക്കി. പരാജയം, പരാജയം. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല ഡാഡി. സഞ്ജയ് തിരിഞ്ഞു നോക്കി. ഡാഡി, എല്ലാം തീരുമാനിച്ചിട്ടുണ്ടടാ, ജയപ്രകാശ് പറഞ്ഞു. അപ്പോഴേക്കും ഡ്രൈവർ മുത്തിനെയും കൊണ്ട് അവിടേക്ക് വന്നു. സാർ, അർജുനെ കാണാൻ സോമൻ മേനോനും ഈശ്വരപിള്ളയും വന്നിട്ടുണ്ടായിരുന്നു, ഡ്രൈവർ പറഞ്ഞു. എവിടെ അവർ? ജയപ്രകാശ് ഇരിപ്പിടത്തിൽ നിന്ന് ചാടി എണീറ്റു. പോയി സാർ, അരമണിക്കൂറോളം അവരവിടെയുണ്ടായിരുന്നു. സോമൻ മേനോൻ എന്നോട് പകവീട്ടുകയാണ്. അയാളായിരുന്നു അർജുനെ ഒളിപ്പിച്ചത്, ജയപ്രകാശ് പറഞ്ഞു. യമുന സഞ്ജയിന്റെ മുഖത്തേക്ക് നോക്കി. അവൾ മുറിയിൽ നിന്നിറങ്ങി അർജുൻ കിടക്കുന്നിടത്തേക്ക് വന്നു. യമുനയെ കണ്ടപ്പോൾ കാവൽ നിന്ന പോലീസുകാർക്ക് അത്ഭുതം. അവൾ അർജുന്റെ അടുത്തേക്ക് ചെന്നു. കുഞ്ഞെ, അവൻ അപകടകാരിയാ. പോലീസുകാർ മുന്നറിയിപ്പ് കൊടുത്തു. എനിക്ക് ഭയമില്ല. അവൾ അർജുന്റെ മുന്നിലെത്തി. അർജുൻ യമുനയെ കണ്ട് ബന്ധപ്പെട്ട് എഴുന്നേറ്റു. എന്നെ അറിയുമോ?
യമുന ചോദിച്ചു. അറിയാം, അർജുൻ പറഞ്ഞു. നിങ്ങളൊരു വിധവയായിട്ടെങ്കിലും ജീവിച്ചിരിക്കുന്നത്. പക്ഷെ ഇനി എനിക്ക് ഉന്നം തെറ്റുകയില്ല. മുസ്തഫയുടെ മരണം തന്നെയായിരിക്കും അവർക്കും. ഈ കളി അവസാനിപ്പിച്ചുകൂടെ നിങ്ങൾക്ക്? പറ്റില്ല, തുടങ്ങിയിട്ടേയുള്ളൂ. അർജുൻ യമുനയുടെ കണ്ണിൽ നോക്കി പറഞ്ഞു. എന്നെ ചതിക്കുകയായിരുന്നു നിങ്ങളുടെ അമ്മായിയപ്പൻ. നിർത്താം. എന്റെ അമ്മയെ തിരിച്ചുതാ, പെങ്ങളെ തിരിച്ചുതാ, ജയിലിൽ കിടന്ന് എനിക്ക് നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചുതാ. യമുന അയാളെ തറപ്പിച്ചു നോക്കി നിന്നു. എനിക്കൊരു കാമുകയുണ്ട്. അവളിൽ എനിക്കൊരു മോനുണ്ട്. ഒരിക്കലും മോനെന്ന് ഞാൻ വിളിക്കാത്ത എന്റെ സ്വന്തം ചോര. ഭാര്യയാകാതെ ഒരു ജയിൽ പുള്ളിയുടെ കുഞ്ഞിനെ പെറ്റു വളർത്തിയ ആ പെണ്ണനുഭവിച്ച അവഹേളനങ്ങൾക്കും പീഡനങ്ങൾക്കും ആര് സമാധാനം പറയും? നിങ്ങൾക്ക് കഴിയുമോ? യമുനയ്ക്ക് ശബ്ദിക്കാൻ കഴിഞ്ഞില്ല. അർജുന്റെ കണ്ണുകൾ നിറഞ്ഞു. വിടില്ല ഞാനൊരുത്തനെയും. അയാൾ പല്ലിഞ്ഞെരിച്ചു. യമുന തരിച്ചു നിന്നുപോയി. പത്രം ഓഫീസിലെ സംഭവം ഗീത വിവരിച്ചപ്പോൾ റോസ്മേരിയും അമ്മയും പൊട്ടിച്ചിരിച്ചുപോയി. ജയപ്രകാശിന് ഇങ്ങനെ ഒരു ചമ്മൽ ഒരിക്കലും ഉണ്ടായിട്ടുണ്ടാവില്ല. അമ്മ പറഞ്ഞു. കെന്നഡിയും അശോകനും ചായ മൊത്തിക്കുടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കിപ്പോഴും അത്ഭുതം. ഞാൻ ആ വെയർഹൌസിൽ അകപ്പെട്ടപ്പോൾ തക്ക സമയത്ത് സാർ എങ്ങനെ അവിടെ എത്തിയെന്നാണ്. ഗീത കെന്നഡിയെ നോക്കി. യമുനയാണെന്നെ വിളിച്ചറിയിച്ചത്, കെന്നഡി പറഞ്ഞു. യമുനയോ? അതെ. സഞ്ജയ് ഫോണിലൂടെ സംസാരിക്കുന്നത് കേട്ട യമുന എന്നെ വിളിച്ച് ഗീതയെ രക്ഷിക്കാൻ പറയുകയായിരുന്നു. എന്റെ മോളെ, യമുന ഏതെങ്കിലും നല്ല വീട്ടിൽ മരുമകളായി പോകേണ്ടതായിരുന്നു. അവിടെ വന്നതുകൊണ്ട് അതിന്റെ വിധി ഇതായി. അമ്മ പറഞ്ഞു. രാത്രി 10 മണിയായി. മോളെ, നമുക്കിറങ്ങാം. അശോകൻ എഴുന്നേറ്റു. ആർട്ടിഫിഷ്യൽ കാൽ തറയിലമർന്ന് ശബ്ദമുണ്ടായി. ഗീത യാത്ര പറഞ്ഞ് എഴുന്നേറ്റു. കാർ ഓടിക്കാൻ പറ്റുമോ? കെന്നഡി അശോകനെ നോക്കി. പറ്റും, ഒരു വിഷമവുമില്ല. 2 കാലുകളില്ലാത്തവർ എന്തൊക്കെ ജോലികൾ ചെയ്യുന്നു. ദൈവം എനിക്ക് ഒരു കാലെങ്കിലും തന്നല്ലോ, ഭാഗ്യം. അശോകനും ഗീതയും കാറിൽ കയറി. കാർ ഗേറ്റ് കടന്ന് നിരത്തിൽ മറയുന്നത് കെന്നഡിയും അമ്മയും റോസ്മേരിയും നോക്കി നിന്നു. അച്ഛന്റെ മകൾ തന്നെ, ഒരു കൂസലുമില്ല, അമ്മ പറഞ്ഞു. നിരത്തിൽ തിരക്ക് തീരെയില്ലായിരുന്നു. അശോകൻ കാർ അതിവേഗം പായിച്ചു വിട്ടു. എതിരെ ഒരു ട്രക്ക് വരുന്നത് കണ്ട് അശോകൻ സൈഡ് കൊടുത്തു. പക്ഷേ അതിന് സൈഡായിരുന്നില്ല ആവശ്യം. വീടിനകത്ത് കയറി വാതിലടയ്ക്കാൻ തുടങ്ങിയ കെന്നഡി കേട്ടു ഇടിയുടെ ശബ്ദം. കാർ തകർന്ന് അശോകനും ഗീതയും ഇരുവശത്തേക്കും തെറിച്ചുപോയി. റോഡിൽ വീണ അശോകന്റെ കൃത്രിമ കാലിലൂടെ ട്രക്ക് കയറിയിറങ്ങി. മുന്നിൽ ഉടക്കിയ കാറിന്റെ ഭാഗങ്ങളുമായി ട്രക്ക് അച്ഛന്റെ നേരെ റിവേഴ്സിൽ വരുന്നത് റോഡരികിൽ കിടന്ന ഗീത കണ്ടു. അച്ഛാ! അവളുടെ നിലവിളി അവസാനിക്കുന്നതിന് മുമ്പ് ട്രക്കിന്റെ ചക്രങ്ങൾ പിടഞ്ഞുകൊണ്ടിരുന്ന അശോകനെ നിശ്ചലനാക്കി. വീഴ്ചയിൽ നിന്ന് എഴുന്നേൽക്കാൻ ഗീതയ്ക്ക് കഴിഞ്ഞില്ല. ട്രക്കിന്റെ ക്യാബിനിൽ നിന്ന് ചില ആളുകൾ ചാടിയിറങ്ങുന്നത് ബോധം മറയുന്നതിന് മുമ്പ് ഗീത കണ്ടു. അധ്യായം 22. ഇരുട്ടിൽ വെളിച്ചമുണ്ടായതുപോലെ ഗീതയ്ക്ക് ബോധം തെളിഞ്ഞു. അവൾ സാവധാനം കണ്ണു തുറന്നു. വെളിച്ചവുമായി പരിചയിച്ചപ്പോൾ ശിരസനക്കാതെ കണ്ണ് തിരിച്ചു നോക്കി. ചേച്ചി! സീതയുടെ ശബ്ദം. അമ്മേ! ചേച്ചി കണ്ണു തുറന്നു. മോളെ! അമ്മയുടെ ശബ്ദം. അവൾ അമ്മയുടെയും സഹോദരിയുടെയും മുഖങ്ങൾ കണ്ടു. തൊട്ടടുത്ത് റോസ്മേരി നിൽക്കുന്നു. അമ്മയുടെ കയ്യിൽ പിടിച്ചു. അമ്മേ! മോളെ! അമ്മ അവളുടെ ശിരസിൽ വാത്സല്യത്തോടെ തടവി. ഗീത അമ്മയുടെ കയ്യിൽ ബലമായി പിടിച്ചു. അമ്മേ, ഞാൻ എവിടെയാ? അവളുടെ വരണ്ട ചുണ്ടുകൾ ചലിച്ചെങ്കിലും ശബ്ദം പുറത്തു വന്നില്ല. സീത വേഗം വെളിയിലേക്ക് പോയി. വരാന്തയിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്ന കെന്നഡിയെയും ഡോക്ടറെയും വിളിച്ചു കൊണ്ടുവന്നു. പക്ഷേ അപ്പോഴേക്കും ഗീത വീണ്ടും അബോധാവസ്ഥയിലായി. ഡോക്ടറെ നോക്കിയ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഡോക്ടർ ഗീതയെ പരിശോധിച്ചിട്ട് പറഞ്ഞു. ഭയപ്പെടേണ്ട സ്റ്റേജുകൾ കഴിഞ്ഞു. നൗ ഷീസ് ഓൾ റൈറ്റ്. ഞാനൊരു ഇഞ്ചക്ഷൻ കൂടി കൊടുക്കാം. പിന്നെ ഉണരുമ്പോൾ എല്ലാം ശരിയാകും. ഡോക്ടർ നഴ്സിനെ വിളിച്ച് ഇഞ്ചക്ഷന് കുറിച്ചു കൊടുത്തു. കുഞ്ഞെ, ഇവൾ ബോധം തെളിഞ്ഞ് അച്ഛനെ അന്വേഷിച്ചാൽ ഞാനെന്ത് പറയും? ഗീതയുടെ അമ്മ ദേവു കെന്നഡിയെ നോക്കി. കെന്നഡിയുടെ മുഖത്തൊരു വല്ലായ്മയുണ്ടായി. റോസ്മേരി ചേട്ടനെ നോക്കി. പറയണം, എപ്പോഴായാലും ഗീത അറിഞ്ഞല്ലേ പറ്റൂ. എനിക്ക് വയ്യ. ദേവു കസേരയിലേക്ക് ചാഞ്ഞു. അച്ഛന്റെ മുഖം ഒരു നോക്ക് കാണാൻ കൂടി സമ്മതിച്ചില്ലല്ലോ എന്ന് ചോദിച്ചാൽ ഞാനെന്ത് സമാധാനം പറയും? മോർച്ചറിയിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലല്ലായിരുന്നോ? കെന്നഡി സമാധാനിപ്പിച്ചു. ധൈര്യമായിരിക്കെ, ഇത്രയും സഹിച്ചില്ലേ? ഇനിയും ഉള്ളത് നേരിടണം. ഗീത ധൈര്യമുള്ളവളാണ്. അവൾക്കെല്ലാം മനസ്സിലാകും. സഹിക്കാനുള്ള ശക്തി ഉണ്ടാകും. ദേവു ഒന്നും പറഞ്ഞില്ല. നിശബ്ദയായി കണ്ണീരൊഴുക്കിക്കൊണ്ടിരുന്നു. കെന്നഡി വരാന്തയിൽ വന്നപ്പോൾ ഡോക്ടറും കൂടെ വന്നു. ആ ട്രക്കിനെ പറ്റി എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയോ? ഇല്ല ഡോക്ടർ, ഞങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. ഗീതയ്ക്ക് എന്തെങ്കിലും അടയാളങ്ങൾ തരാൻ കഴിയൂ?
ആരാണ് ആക്സിഡന്റ് ആദ്യം കണ്ടത്? എന്റെ വീട്ടിൽ നിന്ന് അശോകനും ഗീതയും യാത്ര പറഞ്ഞു പോയ ഉടനെ ഭയങ്കരമായ ഒരു കൂട്ടിയിടി ശബ്ദം ഞാൻ കേട്ടു. അതൊരു അപകടമാണെന്ന് എന്റെ മനസ്സ് മന്ത്രിച്ചു. ഞാൻ ഉടനെ റോഡിലേക്ക് വന്നു. ഒരു ട്രക്ക് അതിവേഗം പാഞ്ഞു പോയത് ഞാൻ ഓർക്കുന്നു. ശബ്ദം കേട്ടിടത്ത് ഞാൻ എത്തുന്നതിന് മുമ്പ് തന്നെ അയൽക്കാരിൽ ചിലർ എത്തിയിരുന്നു. അവിടെ കണ്ട കാഴ്ച, ഹോ, അത്തരമൊരു ആക്സിഡന്റ് ഞാൻ കണ്ടിട്ടില്ല. അശോകനെ ഡോക്ടർ കണ്ടതാണല്ലോ. ഗീതയും അങ്ങനെയായിരിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ ഓടയിലെ ചെളിവെള്ളത്തിൽ കിടന്ന അവൾക്ക് പരിക്കുകളൊന്നും പുറമേ കാണാനില്ലായിരുന്നു. ഇവിടെ കൊണ്ടുവന്നപ്പോഴാണ് ഹെഡ് ഇഞ്ചറി കണ്ടത്. അപ്പോഴേക്കും അവർ നടന്ന് ഡോക്ടറുടെ ക്യാബിനിലെത്തിയിരുന്നു. ഡോക്ടർ അബ്ദുൾ സമദ് ഒരു സിഗരറ്റ് കത്തിച്ചു. അശോകനെ പറ്റിയും ജയപ്രകാശിന്റെ സംഭവങ്ങളും കുറെയൊക്കെ എനിക്കറിയാം, ഡോക്ടർ പറഞ്ഞു. അയാൾ പ്രതികാരം ചെയ്തതാവില്ലേ? ഹിന്ദുസ്ഥാൻ ടുഡേയിലെ തരകൻ എന്റെ ഫ്രണ്ടാണ്. ജയപ്രകാശ് ഓഫീസിൽ വന്ന് ഭീഷണി മുഴക്കിയെന്ന് തരകൻ എന്നോട് പറഞ്ഞിരുന്നു. ശരിയാണ്, ഇതിന്റെ പിന്നിൽ ജയപ്രകാശ് ആണെന്ന് ഉറപ്പാണ്. പക്ഷെ ഞങ്ങൾ അത് പ്രൂവ് ചെയ്യണമെങ്കിൽ ആ ലോറിയോ അതിന്റെ ഡ്രൈവറെയോ കിട്ടണം, കെന്നഡി പറഞ്ഞു. അയാൾ ഈ പാപമൊക്കെ എവിടെ കൊണ്ടുപോയി കഴുകിക്കളയും? കെന്നഡിയുടെ മുഖത്ത് നോക്കി ഡോക്ടർ സമദ് ചോദിച്ചു. മകനെ കുരുതി കൊടുത്തിട്ടും അയാൾക്ക് ഇതൊക്കെ അവസാനിപ്പിക്കാറായില്ലേ? കെന്നഡി ഒന്നും പറഞ്ഞില്ല. പടച്ചോൻ അയാളെ വെറുതെ വിടുമെന്ന് കരുതുന്നുണ്ടോ? ഡോക്ടർ ചോദിച്ചു. കെന്നഡി ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു. ആക്സിഡന്റ് ഉണ്ടായ സ്ഥലത്തേക്ക് ആദ്യം വന്നയാൾ കണ്ടത് 2-3 പേർ കാറിന് ചുറ്റും നടക്കുന്നതാണ്. ആളുകൾ എത്തിയെന്ന് കണ്ടപ്പോൾ അവർ വേഗം ലോറിയിൽ ചാടിക്കയറി സ്ഥലം വിട്ടു. കെന്നഡി പുക നാസാരന്ധ്രങ്ങളിലൂടെ പുറത്തേക്ക് വിട്ടു. പിന്നെ തുടർന്നു. അവർ ഗീതയെ തിരയുകയായിരുന്നു. അശോകൻ മരിച്ചുവെന്നവർക്കുറപ്പായി. ഗീത മരിച്ചില്ലെങ്കിൽ കൊല്ലാനാണ് അവർ ശ്രമിച്ചത്. പക്ഷേ അവർക്ക് അവളെ കണ്ടുകിട്ടിയില്ല. ആദ്യം അവിടെ എത്തിയെന്ന് പറഞ്ഞയാൾ അവരെ കണ്ടില്ലേ? കണ്ടു. ഒരു പക്ഷെ ഇനി കണ്ടാൽ തിരിച്ചറിയാൻ പറ്റിയേക്കുമെന്നാണ് അയാളുടെ വിശ്വാസം. അയാൾ തന്ന വിവരങ്ങൾ വെച്ച് ഞങ്ങൾ ചില മുഖങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും പൂർണ്ണമല്ല. രാത്രി 9 മണിയായെന്ന് ഡോക്ടറുടെ ക്ലോക്ക് വിളിച്ചറിയിച്ചു. ഇതിനിടയിൽ വാതിലിൽ മുട്ടുകേട്ടു. യെസ് കമിൻ, ഡോക്ടർ വിളിച്ചു പറഞ്ഞു. വാതിൽ തുറന്ന് സി മഹേഷ് അകത്തേക്ക് വന്ന് സല്യൂട്ട് ചെയ്തു. എന്താ മഹേഷേ? സാർ, ഒരു വയർലെസ് മെസ്സേജ്. എന്താ? കോൺഫിഡൻഷ്യൽ സാർ. ഡോക്ടർ 1 മിനിറ്റ്. കെന്നഡി ഡോക്ടർ സമദിനോട് പറഞ്ഞിട്ട് മഹേഷിനോടൊപ്പം വെളിയിൽ വന്നു. സാർ, അർജുൻ പോലീസുകാരെ വെട്ടിച്ച് ജില്ലാ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ടു. എപ്പോൾ? കെന്നഡി നടുക്കത്തോടെ ചോദിച്ചു. 10 മിനിറ്റ് മുമ്പ്. ഓ ഗോഡ്, അയാൾ മനസ്സിൽ നിലവിളിച്ചു. വരൂ, നമുക്കവിടേക്ക് പോകാം. കെന്നഡി CI മഹേഷിനോട് നിർദ്ദേശിച്ചു. അർജുൻ രക്ഷപ്പെട്ടുവെന്ന് ഡ്രൈവറാണ് സഞ്ജയിനോട് പറഞ്ഞത്. സഞ്ജയ് ഞെട്ടിപ്പോയി. താനിവിടെ തന്നെ കാണണം, ഒരിടത്തും പോകരുത്, അയാൾ നിർദ്ദേശിച്ചു. ഡ്രൈവർ സമ്മതിച്ചു. സഞ്ജയ് വേഗം സെല്ലുലാർ ഫോണിലൂടെ ജയപ്രകാശിനെ വിളിച്ച് വിവരം പറഞ്ഞു. ഡാഡി, അവൻ നമുക്ക് ഭീഷണിയാണ്. ഞാനിതാ വരുന്നു മോനെ. ജയപ്രകാശ് ഉടനെ പുറപ്പെട്ടു. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ജയപ്രകാശ് കെന്നഡിയെ കണ്ടു. മിസ്റ്റർ കെന്നഡി, നിങ്ങളുടെ കഴിവുകളൊക്കെ എവിടെ പോയി? പിടികിട്ടിയ ഒരു കൊലയാളിയെ സൂക്ഷിക്കാൻ കൂടി നിങ്ങൾക്ക് കഴിവില്ലേ? കെന്നഡി ഒന്നും പറഞ്ഞില്ല. എനിക്കിപ്പോഴുള്ള സെക്യൂരിറ്റി പോരാ. ഐ വാണ്ട് മോർ എഫിഷ്യന്റ് ഫോഴ്സ്. അർജുൻ എന്നെയും എന്റെ മകനെയും അപായപ്പെടുത്തും. സാർ, താങ്കൾക്കൊന്നും സംഭവിക്കില്ല. അർജുൻ എവിടെ ഒളിച്ചാലും ഞങ്ങൾ പിടികൂടും, കെന്നഡി പറഞ്ഞു. എനിക്ക് നിങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. നിങ്ങളെ ഞാൻ കാസർഗോഡിന് സ്ഥലം മാറ്റും. സാർ, ഐ ആം എ ഗവൺമെന്റ് സെർവന്റ്. ഇന്ത്യയിൽ എവിടെയും ജോലി ചെയ്യാൻ തയ്യാറായിട്ടാണ് ഈ പണിക്ക് കയറിയത്. അതുകൊണ്ട് ഭീഷണിയൊന്നും വേണ്ട, കെന്നഡി പറഞ്ഞു. ജയപ്രകാശ് ഒന്നും പറഞ്ഞില്ല. അയാളുടെ സ്വഭാവം അനുസരിച്ച് കുറെ കൂടി പറയുമെന്നാണ് കരുതിയത്. ആ റിപ്പോർട്ടർ ഗീതയുടെ നില എന്താണ്? എനിക്ക് ആ കുട്ടിയോട് ദേഷ്യം തോന്നിയെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് വിഷമമുണ്ട്. അവൾ റിക്കവർ ചെയ്യുന്നു സാർ, ജയപ്രകാശ് ആലോചിച്ചു. ഷുവർ? യെസ്, ജയപ്രകാശ് പുഞ്ചിരിച്ചു. വെരി ഗുഡ്. ഇത്ര സ്മാർട്ടായ ഒരു കുട്ടി ചെറുപ്പത്തിലെ മരിക്കാൻ പാടില്ല. അവൾക്ക് ഈ ലോകത്തിൽ വളരെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അകലെ മാറി നിന്ന പാർട്ടി പ്രവർത്തകരുടെയും അനുയായികളുടെ നേരെ ജയപ്രകാശ് കൈവീശി കാണിച്ചു. അപകടമുണ്ടായ ലോറി കസ്റ്റഡിയിലെടുത്തോ? ഇല്ല സാർ. പിന്നെ താനെന്തിനാടോ ഈ യൂണിഫോം ഇട്ടു നടക്കുന്നത്? ജയപ്രകാശ് ക്ഷോഭിച്ചു. ഇത്ര ഭയങ്കരമായ ഒരപകടമുണ്ടാക്കിയിട്ട് രക്ഷപ്പെടാൻ അവരെ അനുവദിക്കുമോ? തമിഴ്നാട്ടിൽ നിന്നോ കർണാടകത്തിൽ നിന്നോ വന്നവരായിരിക്കും. എല്ലാ ചെക്ക് പോസ്റ്റുകളും അടച്ച് അവരെ പിടിക്ക്. ഞങ്ങളവരെ പിടിക്കും, ആരായിരുന്നാലും, ജയപ്രകാശിന്റെ കണ്ണുകളിൽ നോക്കി കെന്നഡി പറഞ്ഞു. ഒരു വാടക കൊലയാളിയും രക്ഷപ്പെടുകയില്ല. ജയപ്രകാശ് കെന്നഡിയെ തന്നെ തറപ്പിച്ചു നോക്കി നിന്നു.
പിന്നെ ഇരുത്തി മൂളിയിട്ട് അകത്തേക്ക് പോയി. CI മഹേഷ് അടുത്തു വന്ന് കെന്നഡിയോട് പറഞ്ഞു, സാർ, ഇയാൾ ആട്ടിൻതോലിട്ട ചെന്നായയാണ്. എല്ലാ അപകടങ്ങളുടെയും പിന്നിൽ ഇയാളാണ് സാർ. ഒരു ക്രിമിനലിനും എല്ലാ കാലവും രക്ഷപ്പെടാനാവില്ല മഹേഷ്, കെന്നഡി പറഞ്ഞു. പിന്നെ ചോദിച്ചു, കാവൽ നിന്ന പോലീസുകാർ ബാത്റൂമിൽ പോയപ്പോൾ അർജുൻ രക്ഷപ്പെട്ടെന്നാണ് അവർ പറഞ്ഞത്. അത് നേരാണോ? ഒരാൾ ബാത്റൂമിലായിരുന്നു സാർ. മറ്റേയാൾ വേറൊരു വാർഡിൽ അഡ്മിറ്റ് ചെയ്തിരുന്ന ബന്ധുവിനെ സന്ദർശിക്കാൻ പോയിരുന്നു. അർജുനെ കട്ടിലുമായി വിലങ്ങ് വെച്ചിരുന്നത് കൊണ്ട് അവർ സംശയിച്ചില്ല. അർജുൻ എങ്ങനെയാണ് വിലങ്ങഴിച്ചത്? അതാണ് അറിയില്ലാത്തത് സാർ. സസ്പെൻഷനിലായ പോലീസുകാർ പരിഭ്രമത്തിലാണ്. സഞ്ജയനെ അടിച്ച സംഭവം കഴിഞ്ഞ് അവർ അയാളെ മർദ്ദിച്ചു. അയാൾ പ്രതികാരം ചെയ്യുമെന്നവർ ഭയപ്പെടുന്നു. നമുക്ക് ഉടനെ ഒരിടത്ത് പോകണം സാർ. സോമൻ മേനോന്റെ വീടിന് മുന്നിൽ പോലീസ് ജീപ്പ് നിൽക്കുമ്പോൾ രാത്രി 11 മണി. വീട്ടിൽ ലൈറ്റുണ്ടായിരുന്നു. ഡോർ ബെല്ലിന്റെ സ്വിച്ചിൽ കെന്നഡി വിരലമർത്തുന്നതിന് മുമ്പ് തന്നെ ഈശ്വരപിള്ള വാതിൽ തുറന്നു. കെന്നഡി അയാളെ തറപ്പിച്ചു നോക്കി. പിള്ളയ്ക്ക് യാതൊരു ഭാവമാറ്റവുമില്ല. സാർ അകത്തുണ്ട്. കെന്നഡി അകത്തേക്ക് ചെന്നു. പതിവ് പോലെ കസേരയിൽ ഇരിക്കുകയായിരുന്നു സോമൻ മേനോൻ. കെന്നഡി അടുത്തു ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, കെന്നഡി ഇരിക്കൂ. ഇരിക്കുന്നില്ല. അങ്കിളാണ് അർജുനെ ഒളിപ്പിക്കുന്നതെന്ന് എനിക്കറിയാം. ശരിയാണ്. അങ്കിളിനെ അറസ്റ്റ് ചെയ്യാൻ എനിക്ക് കഴിയും. അറസ്റ്റ് ചെയ്തോളൂ. പക്ഷേ കോടതിയിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ പക്കൽ തെളിവുകൾ ഉണ്ടാകണം. ഇപ്പോൾ അയാളെ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? അർജുനെ എനിക്ക് വേണം. അയാൾ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു ചാടിയെന്ന് ഞാനും അറിഞ്ഞു. പക്ഷെ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. നിങ്ങൾക്ക് ഈ വീട് മുഴുവൻ പരിശോധിക്കാം. കെന്നഡി അകത്തെ വാതിൽക്കലേക്ക് നോക്കി. മരിയ അവിടെ നിൽക്കുന്നു. വസ്ത്രങ്ങൾ മാറിയെന്നല്ലാതെ അവളുടെ ഭാവത്തിൽ യാതൊരു മാറ്റവുമില്ല. അർജുൻ ഒരു കൊലയാളിയാണ്, കെന്നഡി പറഞ്ഞു. സോമൻ മേനോൻ സാവധാനം എഴുന്നേറ്റു. അർജുനെ കൊലയാളിയാക്കിയതാണ്. അയാളെ ജയിലിൽ നിന്ന് ജയപ്രകാശ് കൊണ്ടുവന്നതെന്തിനാണെന്ന് നിങ്ങൾക്കറിയില്ലേ? അർജുൻ ജയപ്രകാശിന് നേരെ പായിച്ച വെടിയുണ്ട അയാൾ പറഞ്ഞതുപോലെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കാൻ TP ജോൺ കെന്നഡി ഉണ്ടാകുമായിരുന്നോ? നിങ്ങളുടെ അസ്ഥികൾ ഇപ്പോൾ ദ്രവിച്ച് തുടങ്ങുമായിരുന്നു. കെന്നഡിക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല. സോമൻ മേനോൻ തുടർന്നു. അപ്പോൾ അവനിൽ നന്മയുടെ അംശമുണ്ടെന്ന് കരുതണം. ബട്ട് സാർ, അതുകൊണ്ട് എനിക്കൊരു കൊലയാളിയെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഞാൻ അവനെ പിടിക്കുക തന്നെ ചെയ്യും. സോമൻ മേനോൻ കെന്നഡിയെ സൂക്ഷിച്ചു നോക്കി. ഐ നോ യു. എന്റെ ഡാഡിയെ അവർ ട്രക്ക് കൊണ്ട് അരച്ചു കൊന്നു. ഗീതയ്ക്ക് കണ്ണീരടക്കാനായില്ല. കെന്നഡി അവളെ തന്നെ നോക്കി നിന്നു. ട്രക്കിൽ നിന്നിറങ്ങിയവരുടെ രൂപങ്ങൾ എന്റെ മനസ്സിലുണ്ട്. ഒരാളുടെ രൂപം എനിക്ക് മറക്കാൻ വയ്യ. മൊട്ടത്തല, ക്ലീൻ ഷേവ് ചെയ്ത മുഖം. അവന്റെ കയ്യിൽ ഒരു സ്റ്റീൽ റിങ് തിളങ്ങുന്നത് ഞാൻ കണ്ടു. ഭയന്ന് ഹൃദയം നിലച്ചതുപോലെ എന്റെ ബോധം നശിച്ചുപോയി. അവൾ തേങ്ങിക്കരഞ്ഞു. ഞാൻ ജീവിച്ചിരിക്കുന്നുവെന്ന് തന്നെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഗീത ഇതിനു മുമ്പ് അവരെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഞാൻ മരിച്ചില്ലെന്നറിഞ്ഞാൽ അവർ വീണ്ടും വന്നേക്കും. വെളിയിൽ ഞാൻ പോലീസിനെ കാവൽ നിർത്തിയിട്ടുണ്ട്. ഗീത ഭയപ്പെടേണ്ട. ഗീത മയക്കത്തിൽ നിന്നുണർന്നപ്പോൾ മുറിയിൽ ആരുമുണ്ടായിരുന്നില്ല. രാത്രി എത്രയായെന്നറിയില്ല. മുറിയിൽ ട്യൂബ് കത്തുന്നുണ്ട്. അവൾക്ക് എഴുന്നേറ്റ് ബാത്റൂമിൽ പോകണമെന്നുണ്ടായിരുന്നു. അമ്മയും സീതയും അവിടെ ഉണ്ടായിരുന്നല്ലോ. അവരെവിടെ പോയി? വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അവൾ തലതിരിച്ചു. ശരീരം മുഴുവൻ കറുത്ത തുണി കൊണ്ട് മൂടിയ ഒരാൾ അകത്തേക്ക് വന്നപ്പോൾ അവൾ പിടഞ്ഞെഴുന്നേൽക്കാൻ ശ്രമിച്ചു. ബെഡിൽ നിന്ന് മറിഞ്ഞു വീണു. നിലവിളിക്കാൻ തുടങ്ങിയ അവളുടെ വായ് ബലിഷ്ഠമായ കരങ്ങൾ ശക്തിയായി അമർത്തിപ്പിടിച്ചു. മരണത്തിന്റെ മുഖം വീണ്ടും അവൾ കണ്ടു. അധ്യായം 23. ഗീത കഴിയുന്നത്ര ശക്തിയെടുത്ത് കുതറി. അപ്പോഴാണ് തന്റെ ശക്തിയില്ലായ്മ അവൾക്ക് ബോധ്യമായത്. ശബ്ദമുണ്ടാക്കരുത്, ഞാൻ ഉപദ്രവിക്കാൻ വന്നതല്ല. വായി പൊത്തിപ്പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞപ്പോഴാണ് അതൊരു സ്ത്രീയല്ലെന്ന് ഗീത മനസ്സിലാക്കിയത്. അപ്പോഴേക്കും ഒരു സ്ത്രീ അകത്ത് കയറി വാതിലടയ്ക്കുന്നത് അവൾ കണ്ടു. അത് മരിയ ആയിരുന്നു. നിങ്ങൾ ഗീതയെ ഭയപ്പെടുത്തിയോ? മരിയ കറുത്ത പർദ്ദ ധരിച്ച ആളെ ശാസിക്കുന്ന മട്ടിൽ നോക്കി. ഗീത ഒച്ചവയ്ക്കാൻ തുടങ്ങിയത് കൊണ്ടാണ്. അയാൾ പിടിവിട്ടുകൊണ്ട് പറഞ്ഞു. ഗീത ബെഡിൽ പിടിച്ചുകൊണ്ട് അവരെ നോക്കി. ലേഡീസ് ഷൂവും വളകളും ധരിച്ച അയാൾ മുഖത്തെ കറുത്ത തുണി തലയിലേക്ക് ഉയർത്തിയിട്ടു. അർജുൻ. ഗീത ആശ്ചര്യപ്പെട്ടു. അതെ, ഞാൻ തന്നെ. ഗീതയെ അവർ കൊല്ലാൻ ശ്രമിച്ചതറിഞ്ഞ് ഞാൻ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടി. പോലീസ് എന്നെ എല്ലായിടത്തും തിരയുന്നുണ്ട്. എന്നെ അപകടത്തിൽ സഹായിച്ച നിങ്ങൾ അപകടത്തിലായപ്പോൾ വന്ന് കാണാതിരിക്കാൻ കഴിഞ്ഞില്ല. നേരിട്ട് വന്നാൽ പോലീസ് എന്നെ വേട്ടയാടും. മരിയ കണ്ടുപിടിച്ച മാർഗമാണിത്. ഗീതയ്ക്ക് വിശ്വസിക്കാനായില്ല. മരിയ പറഞ്ഞു. എന്റെ കൂട്ടുകാരി റംലത്ത് ആയാണ് അർജുൻ ഇവിടെ വന്നിരിക്കുന്നത്. വരാന്തയിലും ഹോസ്പിറ്റലിന് വെളിയിലും പോലീസുകാരുണ്ട്.
ഗീതയുടെ അപകടമറിഞ്ഞ് റംലത്ത് കാസർഗോട്ട് നിന്ന് വന്നതാണെന്നാണ് പോലീസുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഇരിക്കൂ, ഗീത ക്ഷണിച്ചു. അവൾ കട്ടിലിൽ ഇരുന്നു. ഏത് നിമിഷവും ഇവിടെ ആരെങ്കിലും കടന്നു വരാം. ഡെപ്യൂട്ടി കമ്മീഷണർ കെന്നഡിയോ ഡോക്ടർ സമതോ വന്നാൽ നിങ്ങൾക്ക് ഈ കള്ളം പറഞ്ഞ് രക്ഷപ്പെടാനാവില്ല. ഞാൻ അധികനേരം ഇവിടെ നിൽക്കുന്നില്ല. അർജുൻ സ്റ്റൂളിൽ ഗീതയ്ക്ക് അഭിമുഖമായി ഇരുന്നു. എങ്ങനെയാണ് അപകടമുണ്ടായത്? ആരൊക്കെയായിരുന്നു അവർ? ഗീത സംഭവിച്ചതെല്ലാം പറഞ്ഞു. അർജുനും മരിയയും ഉത്കണ്ഠയോടെ കേട്ടുകൊണ്ടിരുന്നു. ആ മൊട്ടത്തലയനും കൂട്ടാളികളും ജയപ്രകാശോ സഞ്ജയനോ അയച്ച ആളുകളാണ്, അർജുൻ പറഞ്ഞു. പക്ഷെ അവരെ കണ്ടുകിട്ടിയില്ലല്ലോ. അതുകൊണ്ട് ജയപ്രകാശിന്റെ ആളുകളാണെന്ന് കരുതാനല്ലാതെ ഉറപ്പിക്കാൻ നമുക്ക് തെളിവില്ല. തെളിവ്? മരിയ പറഞ്ഞു. എന്റെ ഭർത്താവിനെ കൊന്ന അവർ എത്ര നേരത്തെ തന്നെ ഗീതയെ വകവരുത്തേണ്ടതായിരുന്നു. എന്നെ കൊന്നില്ലെങ്കിലെന്താ, എന്റെ അച്ഛനെ കൊന്നില്ലേ അവർ? പാവം അച്ഛൻ. പൊയ്ക്കാൽ വെച്ചായിരുന്നെങ്കിലും ജീവിക്കാൻ അച്ഛന് ആഗ്രഹമുണ്ടായിരുന്നു. ഇനിയും പഴയ പ്രതാപം വീണ്ടെടുക്കാമെന്ന് അച്ഛൻ കരുതിയിരുന്നു. ഗീതയുടെ കണ്ണുകൾ നിറയുന്നത് അവർ കണ്ടു. ഇടിച്ചിട്ടിട്ട് പോയ ട്രക്ക് റിവേഴ്സിൽ വന്ന് അച്ഛന്റെ മേൽ കയറി ഇറങ്ങുന്നത് ഞാൻ കണ്ടു. മരിക്കുന്നതിന് മുമ്പ് അച്ഛൻ എന്നെ മോളേന്ന് വിളിച്ചു കരഞ്ഞു. ഗീതയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഏതായാലും തൂക്കുകയർ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഗീതയ്ക്ക് വേണ്ടി ഞാൻ അവരോട് പ്രതികാരം ചെയ്യും. അർജുൻ ആരാണെന്ന് അവർ അറിയാൻ പോകുന്നതേയുള്ളൂ. ഒന്നിലധികം പ്രാവശ്യം അവർക്കെന്നെ കൊല്ലാൻ പറ്റില്ലല്ലോ, അർജുൻ പറഞ്ഞു. അപ്രതീക്ഷിതമായാണ് ജോൺ കെന്നഡി ഗീതയുടെ സുഖമന്വേഷിക്കാനായി അവിടേക്ക് കടന്നു വന്നത്. അർജുൻ പർദ്ദ നേരെയിട്ടു. എല്ലാവരെയും അത് ഞെട്ടിച്ചു കളഞ്ഞു. ഞങ്ങൾ ഇറങ്ങുന്നു ഗീതേ, നാളെ വരാം എന്ന് പറഞ്ഞ് മരിയ എഴുന്നേറ്റു. അവളുടെ പിന്നാലെ അർജുനും വാതിൽ കടന്നുപോയി. മരിയ, കെന്നഡി അവൾ പോകുന്നത് നോക്കി നിന്നു. പിന്നെ ഗീതയ്ക്ക് അഭിമുഖമായി ഇരുന്നു. മരിയയുടെ കൂട്ടുകാരത്തി ആരാണ്? അയാൾ ചോദിച്ചു. റംലത്ത്. ഗീത പരിഭ്രമം മറച്ചുകൊണ്ട് പറഞ്ഞു. കെന്നഡി കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചാൽ തനിക്ക് അധികനേരം കള്ളം പറഞ്ഞു നിൽക്കാനാവില്ലെന്ന് അവൾക്ക് തോന്നി. പക്ഷേ കെന്നഡി പിന്നീട് അതേപ്പറ്റി ചോദിച്ചില്ല. ആ ട്രക്ക് കണ്ടുപിടിച്ചോ? ഗീത ചോദിച്ചു. ഇല്ല, ഒരുപക്ഷെ അവരത് പൊളിച്ച് പാർട്ടുകളാക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഗീത പറഞ്ഞ അടയാളങ്ങളുള്ള ആളുകളെ കണ്ടുപിടിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അവർ ഒരുപക്ഷെ ഈ സ്റ്റേറ്റ് തന്നെ വിട്ടുപോയെങ്കിലോ? ഗീത ചോദിച്ചു. കെന്നഡി മറുപടി പറഞ്ഞില്ല. സഞ്ജയിന്റെ സഹായികളിൽ ആരെങ്കിലും സ്വാധീനിച്ചാൽ സത്യം അറിയാൻ പറ്റില്ലേ? ഗീത ചോദിച്ചു. അല്ലെങ്കിൽ യമുനയ്ക്ക് താങ്കളെ സഹായിക്കാൻ കഴിയുകയില്ലേ? കെന്നഡി പുഞ്ചിരിച്ചു. ഗീത ഒരു പോലീസുകാരിയാവേണ്ടതായിരുന്നു. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകൾ ചെയ്യുന്നതും അതാണ്, ഗീത പറഞ്ഞു. പോലീസിന്റെ ജോലി. വാതിലിൽ മുട്ടുകേട്ടു. കെന്നഡി ചെന്ന് വാതിൽ തുറന്നു. ജയപ്രകാശ് ചിരിച്ചുകൊണ്ടയാൾ അകത്തേക്ക് വന്നു. താനിവിടെ കാണുമെന്ന് എനിക്കറിയാമായിരുന്നു. അർജുനെ കണ്ടുപിടിക്കാൻ പോലീസുകാരെ ഏൽപ്പിച്ചിട്ട് താൻ കാമുകിയുമായിട്ടിരുന്ന് സൊള്ളുകയാണല്ലേ? കെന്നഡിയുടെ മുഖം ക്രോധം കൊണ്ട് ചുവന്നു. ഗീതയും വല്ലാതായി. പ്രതീക്ഷിക്കാത്ത ആരോപണം. അയാൾ പുതിയ തന്ത്രങ്ങൾ പ്രയോഗിക്കുകയാണ്. മൈൻഡ് യുവർ വേർഡ്സ് സാർ. കെന്നഡിയുടെ ശബ്ദം മൂർച്ചയേറിയതായിരുന്നു. ഞാൻ പറയുന്നതല്ലടോ, തന്റെ ഡിപ്പാർട്ട്മെന്റിലെ തന്നെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നതാ. താൻ ഇവളെ കെട്ടാൻ പോവുകയാണെന്ന്. കെന്നഡിയുടെ മുഖത്ത് നോക്കി ജയപ്രകാശ് പറഞ്ഞു. അവരങ്ങനെ ചിന്തിക്കുന്നതിലും കുഴപ്പമില്ല. തനിക്ക് തന്റെ ജോലിയേക്കാൾ ശ്രദ്ധ ഇവളുടെ കാര്യത്തിലല്ലേ? പണ്ടത്തെ കെന്നഡി ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുമായിരുന്നു. ഇന്ന് താനെങ്ങനെയാണോ? സാർ, നിങ്ങൾ അനാവശ്യം പറയരുത്. ജയപ്രകാശ് ശാന്തനായി ചിരിച്ചു. അനാവശ്യമോ? ഇതൊക്കെ ആവശ്യമാടോ? താൻ മര്യാദക്കാരനായതുകൊണ്ടല്ലേ ഇവളെ പ്രേമിക്കുന്നത്. ബ്രൂട്ടസോ കുറുപ്പോ അല്ലെങ്കിൽ മറ്റു വല്ലവരുമായിരുന്നെങ്കിൽ ആവശ്യം കഴിഞ്ഞ് പറഞ്ഞു വിടില്ലായിരുന്നോ? സാർ, ഷട്ടപ്പ് യുവർ. ഗീത നിയന്ത്രിക്കാനാവാതെ ക്ഷോഭിച്ചുകൊണ്ട് ബെഡിൽ നിന്ന് ചാടി എണീറ്റു. ബ്ലഡി മൗത്ത് അല്ലേ? ജയപ്രകാശ് ഗീതയുടെ മുഖത്തു നോക്കി പുഞ്ചിരിച്ചു. ഇതൊക്കെ എന്നായാലും വേണം കുട്ടി. എന്തായാലും നിന്റെ സെലക്ഷൻ കൊള്ളാം. ആണത്തമുള്ളവൻ. കോപം കൊണ്ട് അവളുടെ മുഖം വലിഞ്ഞു മുറുകി. ഞാൻ വന്നത് ഇത് പറയാനൊന്നുമല്ല, സന്ദർഭവശാൽ പറഞ്ഞെന്ന് മാത്രം. എനിക്ക് നിന്നോട് പകയും ദേഷ്യവും തോന്നിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അപകടം വന്നെന്നറിഞ്ഞപ്പോൾ എനിക്ക് വിഷമം തോന്നി. അശോകൻ ഒരു നഷ്ടം തന്നെയാണ്. പത്രലോകത്തിന് മാത്രമല്ല, നന്മയാഗ്രഹിക്കുന്ന സകല മനുഷ്യർക്കും എനിക്ക് വിഷമമുണ്ട് കുട്ടി. നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിക്കാൻ മടിക്കരുത്. എനിക്ക് ഗീതയോട് ഒരു പിണക്കവുമില്ല. ഇത്രയും അപകടം പിടിച്ച കാര്യങ്ങളിലൊന്നും ഇടപെടരുത്. ദുഷ്ടന്മാർക്ക് ഒരു കത്തി, ഒരു വെടിയുണ്ട, അത്രയും മതി ഒരാളെ കൊല്ലാൻ. അല്ലെങ്കിൽ ഇതുപോലെ ഒരു ആക്സിഡന്റ്. ഒരു കുടുംബമായി കഴിഞ്ഞ് എന്തെങ്കിലും സംഭവിച്ചാലുള്ള കഥയൊന്ന് ആലോചിച്ചു നോക്കിക്കേ. അച്ഛൻ പറയുന്നത് പോലെ കരുതിയാൽ മതി.
ശരി, ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്തുന്നില്ല. ജയപ്രകാശ് തിരിഞ്ഞു. ഗീതയ്ക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അയാളുടെ വാക്കുകളിൽ വിജയിച്ചു വന്ന ഭാവവും ഇനി എന്തെങ്കിലും എഴുതിയാൽ കൊല്ലാനും മടിക്കില്ലെന്ന ഭീഷണിയും ഉണ്ടെന്നവൾക്ക് തോന്നി. വിവാഹത്തിന് എന്നെയും വിളിക്കണം, ജയപ്രകാശ് പുഞ്ചിരിച്ചുകൊണ്ട് കെന്നഡിയോട് പറഞ്ഞു. പിന്നെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങിപ്പോയി. ബാസ്റ്റേഡ്! കെന്നഡി മുരണ്ടു ഗീതയെ നോക്കി. അവൾ അയാളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവൾ അസ്വസ്ഥയായി കട്ടിലിൽ ഇരുന്നു. എന്തൊക്കെയാണ് അയാൾ പറഞ്ഞത്? ലൈറ്റ് അണഞ്ഞു. പവർ കട്ടാ, അവൾ പറഞ്ഞു. ഗീത മെഴുകുതിരി കത്തിച്ചു. തിരിയുടെ വെളിച്ചത്തിൽ അവളുടെ മുഖവും കൈകളും കെന്നഡി കണ്ടു. അവരുടെ നിഴലുകൾ എതിർവശത്തെ ഭിത്തിയിൽ തിരുനാളത്തിനനുസരിച്ച് ഇളകുന്നത് ഗീത ശ്രദ്ധിച്ചു. വല്ലാത്തൊരു വീർപ്പുമുട്ടൽ അവർക്കിടയിലുണ്ടായി. അവിടം വിട്ടു പോകണോ അവിടെ തന്നെ നിൽക്കണോ എന്ന് തീരുമാനിക്കാനാവാതെ കെന്നഡി നിന്നു. അപ്പോൾ വാതിൽ തുറന്ന് എന്തൊക്കെയോ പാക്കറ്റുകളുമായി സീതയും അമ്മയും കടന്നു വന്നു. കെന്നഡി ജയപ്രകാശിന്റെ ബംഗ്ലാവിലേക്ക് ചെന്നത് അയാൾ അവിടെ ഇല്ലെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. സഞ്ജയ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടുണ്ട്. അവിടെ കാവൽ നിൽക്കുന്ന പോലീസുകാരോട് സെക്യൂരിറ്റിയുടെ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ മുത്ത് ഗാർഡനിലേക്ക് വരുന്നത് കണ്ടു. ആ കുഞ്ഞിന്റെ പിന്നാലെ യമുനയും. കെന്നഡി അവിടേക്ക് ചെന്നു. അപ്പോഴയാൾ യൂണിഫോമിലായിരുന്നില്ല. പാൻസും ഷർട്ടുമാണ് ധരിച്ചിരുന്നത്. ഗുഡ് ഈവനിങ്. കെന്നഡിയെ കണ്ടപ്പോൾ യമുന അഭിവാദ്യം ചെയ്തു. ഗുഡ് ഈവനിങ്. കെന്നഡി പുഞ്ചിരിച്ചു. മോളെ. അയാൾ മുത്തിന്റെ കവളിൽ തലോടി. യമുന കണ്ണൂരിലെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണെന്നറിഞ്ഞല്ലോ, കെന്നഡി ചോദിച്ചു. എങ്ങനെ അറിഞ്ഞു? പോലീസുകാരനല്ലേ, അറിഞ്ഞുവെന്ന് മാത്രം മനസ്സിലാക്കുക. ശരിയാണ്, എന്റെ ഭർത്താവിന്റെ വീടാണെങ്കിലും ഞാനിവിടം വെറുത്തുപോയി. എന്നിട്ടെന്താണ് പോകാത്തത്? ഡാഡി കൊണ്ടു പോകാനായി വന്നതല്ലേ. അമ്മാവൻ വിട്ടില്ല. ഞാനും മോളും പോയാൽ അമ്മാവന് സഹിക്കാനാവില്ലെന്ന്. മകന്റെ വേർപാട് മറക്കുന്നത് മുത്തിന്റെ മുഖം കാണുമ്പോഴാണെന്ന്. പിന്നെ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? യമുന കെന്നഡിയുടെ മുഖത്ത് നോക്കി. അമ്മാവൻ അങ്ങനെ കരഞ്ഞു പറയുമ്പോ ഡാഡിക്ക് എതിർത്തൊന്നും പറയാൻ കഴിയില്ല. എനിക്കും. കെന്നഡി അവളോടൊപ്പം പുല്ലിലൂടെ നടന്നു. യമുന പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് അന്ന് ഗീതയെ രക്ഷിക്കാനും അർജുനെ പിടികൂടാനും കഴിഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഗീതയ്ക്കും അശോകനുമുണ്ടായ അപകടത്തിൽ ആർക്കും അവരെ സഹായിക്കാൻ കഴിഞ്ഞില്ല. യമുനയ്ക്ക് അതേപ്പറ്റി ഒരറിവുമില്ലേ? ഇല്ല. സഞ്ജയിനോ ജയപ്രകാശോ അതിന് പിന്നിലില്ലെന്ന് ഉറപ്പാണോ? അതെനിക്കറിയില്ല. അവർ അതേപ്പറ്റി എന്തെങ്കിലും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അത് ഒരു ആക്സിഡന്റ് തന്നെയാണെന്നാണോ? അതൊന്നും ഞാൻ പറയില്ല. അമ്മാവനും സഞ്ജയും ഞാനുമുള്ളപ്പോൾ ഒന്നും സംസാരിക്കാറില്ല. അന്നത്തെ ഫോൺ കോൾ ചോർന്ന ശേഷം അവരെന്നെ സംശയിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. കെന്നഡി യമുനയുടെ മുഖത്തേക്ക് ഒരു ഞെട്ടലോടെ നോക്കി. അവൾ തുടർന്നു. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഏതെങ്കിലും വേലക്കാർ മറഞ്ഞു നിന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ സഞ്ജയ്. അവരത് അമ്മാവനെ അറിയിക്കും. കെന്നഡി ആ ബംഗ്ലാവിലേക്ക് നോക്കി. ആരെയും ഒരിടത്തും കാണാനില്ല. അതുകൊണ്ടാണോ ഇവിടം വിട്ടു പോകുന്നത്? ജയപ്രകാശ് കരുതിക്കൂട്ടി നടത്തിയതാണ് ആ ആക്സിഡന്റ് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അശോകനും ഗീതയും എന്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന വിവരം റോഡിൽ കാത്തുനിന്ന ഒരാൾ ട്രക്കിലേക്ക് അറിയിച്ചു. ഇപ്പോൾ അത്തരം കമ്മ്യൂണിക്കേഷനുകളൊന്നും വിഷമമുള്ളതല്ല. യമുന ഒന്നും പറഞ്ഞില്ല. യമുന അർജുനെ കാണാൻ പോയതെന്തിനായിരുന്നു? പ്രത്യേകിച്ച് ഉദ്ദേശമില്ലായിരുന്നു. അയാളുടെ വികാരം എന്താണെന്ന് അറിയണമായിരുന്നു. എന്നിട്ടെന്തുണ്ടായി? അയാൾക്ക് കുറ്റബോധമൊന്നുമില്ല. ഒന്ന് മനസ്സിലായി. അയാൾക്ക് ഒരു കാമുകിയും കുട്ടിയുമുണ്ട്. അനു എന്നൊരു സ്ത്രീ അയാളെ കാണാൻ വന്നിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ അറിഞ്ഞില്ലല്ലോ. കെന്നഡിക്കത് പുതിയൊരറിവായിരുന്നു. എവിടെയാണ് അവളുടെ വീട്? ഞാനത് അന്വേഷിച്ചില്ല. അപ്പോൾ അവൾ അർജുനെ ഒളിപ്പിക്കാൻ സാധ്യതയുണ്ട് അല്ലേ? സാധ്യതയുണ്ട്. എന്താണ് അവളുടെ പേര്? അനു. യമുന പറഞ്ഞു. കെന്നഡിയുടെ കാർ ഗേറ്റ് കടന്ന് റോഡിലെത്തിയപ്പോൾ ബ്രൂട്ടസും വീരരാഘവക്കുറുപ്പും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർക്ക് പിന്നിൽ ഒരു പഴയ ജീപ്പ്. കെന്നഡിയെ കണ്ട് ഇരുവരും കൈകൂപ്പി. ഇരുവരും മദ്യപിച്ചിട്ടുണ്ട്. കാർ നിർത്തി കെന്നഡി ചോദിച്ചു. എന്താണ് ജയപ്രകാശിന്റെ ദാസന്മാർ രണ്ടുപേരും ഗേറ്റിന് വെളിയിൽ നിൽക്കുന്നത്? ഞങ്ങൾ സാറിനെ കാത്തു നിൽക്കുകയായിരുന്നു. എന്തിന്? സാറ് വിചാരിച്ചാലേ ഞങ്ങളുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ പറ്റുകയുള്ളൂ. രക്ഷിക്കണം സാറേ, വീട് പട്ടിണിയാകും. ആശ്രിത വത്സരനായ ജയപ്രകാശ് 2 തലമുറയ്ക്കുള്ളത് തന്നിട്ടുണ്ടാവില്ലേ? സാറെ രക്ഷിക്കണം. ഈ ജോലി പോയാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, കുറുപ്പ് പറഞ്ഞു. തനിക്ക് ജോലി തന്നാൽ സാധുക്കൾ ജീവിച്ചിരിക്കില്ലല്ലോ. താൻ ജീവനോടെ ചുട്ടുകൊല്ലൂലേ? സാറെ ക്ഷമിക്കണം, രക്ഷിക്കണം, കാല് പിടിക്കാം, ബ്രൂട്ടസ് അപേക്ഷിച്ചു. എല്ലാം കോടതി തീരുമാനിക്കും. സാറ് വിചാരിച്ചാൽ ഞങ്ങളെ രക്ഷിക്കാൻ പറ്റും. കെന്നഡി കാറിൽ നിന്നിറങ്ങി. അവർ പരസ്പരം നോക്കി.
സാറിന് എന്തു വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം. എന്ന് പറഞ്ഞാൽ അറബിക്കഥയിലെ ഭൂതങ്ങളെപ്പോലെ എന്റെ എന്താജ്ഞകളും അനുസരിക്കുന്ന അടിമകളായിരിക്കും നിങ്ങളെന്ന് അല്ലേ? അതെ സാർ, സാറിന് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ നിങ്ങളെപ്പോലുള്ള ക്രിമിനലുകളെ ഞാൻ രക്ഷിക്കുകയില്ല. നിങ്ങളൊക്കെ ശിക്ഷ അനുഭവിക്കണം. പെട്ടെന്ന് ബ്രൂട്ടസിന്റെ ഭാവം മാറി. അല്ലെങ്കിലും താൻ വെറും ചെറ്റയാണെന്ന് ഞങ്ങൾക്കറിയാമെടോ. ജോലിയില്ലെന്ന് വെച്ച് ഞങ്ങൾക്ക് പുല്ല. ബ്രൂട്ടസ് പൊട്ടിത്തെറിച്ചു. താനങ്ങനെ ഞെളിയുകയൊന്നും വേണ്ട. വേണ്ടിവന്നാൽ കാച്ചിക്കളയാനും ഞങ്ങൾക്കറിയാം. അശോകൻ ചത്തത് താൻ കണ്ടോ? ബ്രൂട്ടസ് പറഞ്ഞു തീരുന്നതിന് മുമ്പ് അടി വീണു. ബ്രൂട്ടസും കുറുപ്പും ജീപ്പിൽ ചാടിക്കയറി ഓടിച്ചുപോയി. കെന്നഡി തിരിഞ്ഞു നോക്കിയപ്പോൾ ബംഗ്ലാവിന്റെ പൂമുഖത്ത് യമുന നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അശോകനെ കൊന്നതാരാണെന്ന് ഇവർക്കറിയാം. കെന്നഡി കാറിൽ കയറി. യമുന ഗേറ്റിനടുത്തെത്തിയപ്പോൾ കാർ പുറപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ കുറേയകലെ നിർത്തിയിട്ടിരിക്കുകയായിരുന്ന ഒരു ലോറി കാത്തുകിടക്കുകയായിരുന്ന ഒരു മൃഗത്തെ പോലെ ഞെട്ടി ഉണർന്ന് കാറിന് പിന്നാലെ പുറപ്പെട്ടു. അതിലിരുന്ന് മുഖത്ത് ഒറ്റ രോമം പോലും ഇല്ലാത്ത ഒരാൾ തൊപ്പി ഉയർത്തി കൈലേസ് കൊണ്ട് തലയിലെ വിയർപ്പ് തുടച്ചു. അയാളുടെ കയ്യിൽ തിളങ്ങുന്ന സ്റ്റീൽ വളയുണ്ടായിരുന്നു. ലോറി കാറിന് നേരെ പാഞ്ഞു ചെല്ലുന്നത് കണ്ട യമുനയുടെ ഉള്ളിലൊരു നടുക്കമുണ്ടായി. അവളെ ബംഗ്ലാവിന്റെ 2ാം നിലയിൽ നിന്ന് സഞ്ജയ് ജനലിനെ മറഞ്ഞു നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. തുടരും.